الحمد لله رب العالمين الذي هدانا لخير الأديان وما كنا لنهتدي لولا أن هدانا الله وأكمل لنا ديننا وأتم علينا نعمته ورضي لنا الإسلام دينا فلا نعبد ولا نستعين إلا إياه نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن نبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل وسلم وبارك على عبدك ورسولك نبينا محمد وعلى آله وصحبه وسلم تسليما كثيرا فيا أيها الإخوة والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما لكم لا تقاتلون في سبيل الله والمستضعفين من الرجال والنساء والولدان الذين يقولون ربنا أخرجنا من هذه القرية الظالم أهلها واجعل لنا من لدنك وليا واجعل لنا من لدنك نصيرا رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ഏറെ ബഹുമാനമുള്ള നമ്മുടെ പരിസരത്തിലെ വിശ്വാസിനികളായിട്ടിക്കര സഹോദരങ്ങളെ സഹോദരിമാരെ, ജീവിതത്തിലുടനീളം അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ നല്ലപോലെ കാത്തു സൂക്ഷിച്ച് മുത്തഖീങ്ങളായി, മുവഹിദുകളായി, മുതവക്കിലീങ്ങളായി എല്ലാം അള്ളാഹുവിൽ ബരമേൽപ്പിച്ചും കൊണ്ട് ജീവിച്ച് അതേ അവസ്ഥയിലായി മരിക്കുവാൻ ഓരോരുത്തരും നിരന്തരമായി പരിശ്രമിക്കണുണ്ടു. അതുകായി അള്ളാഹുവോട് സദാ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണുണ്ടു. എല്ലാവരെയും സ്വന്തത്തെ മറക്കാതെ ഞാൻ ഉത്ബോധിപ്പിക്കുകയാണ്, എല്ലാവരോടും വസിയത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, മുസ്ലിം ലോകം ഇന്ന്
വല്ലാത്ത ഒരു പ്രതിസന്ധിയിലാണ്. എല്ലാ പ്രദേശങ്ങളിലും മുസ്ലിമീങ്ങൾ പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതൊരു പുതിയ അനുഭവമൊന്നുമല്ല. കഴിഞ്ഞുപോയ അമ്പിയാക്കന്മാർക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ അമ്പിയാക്കന്മാരെ പിൻപറ്റി ജീവിച്ച അവരുടെ അനുയായികൾക്കും ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും വളരെയധികം പ്രയാസങ്ങളും പീഡനങ്ങളുമെല്ലാം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അവിടുത്തെ സന്തത സഹചാരികളായ സ്വഹാബത്തിനും അതേപോലെ തന്നെ താബീങ്ങൾക്കും അതേപോലെ പൂർവസൂരികളായ മഹാരഥന്മാരായ ഉലമാക്കൾക്കും ഇമാമിങ്ങൾക്കുമൊക്കെ അത്തരത്തിലുള്ള പല പ്രയാസങ്ങളും പ്രതിസന്ധികളും അവരുടെ ജീവിതത്തിൽ ഉടനീളം അനുഭവിക്കേണ്ടതായി വന്നിട്ടുണ്ട്. ഒരു പരീക്ഷണവും ഒരു പ്രയാസവുമില്ലാതെ നമുക്ക് ജീവിക്കാം, ഒരു പ്രയാസവുമില്ലാതെ സ്വർഗം പ്രവേശിക്കാം എന്ന് ആരും വിചാരിക്കേണ്ടതില്ല. നമുക്ക് വളരെയേറെ വേദനിപ്പിക്കുന്ന കാഴ്ചകളാണ്, ചിത്രങ്ങളാണ് പലസ്തീനിൽ നിന്ന്, ഗസയിൽ നിന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നതും നാം കേട്ടുകൊണ്ടിരിക്കുന്നതും. സ്വന്തം ജന്മനാട്, നാട് വിട്ട് വീട് വിട്ട് പലായനം ചെയ്യുന്ന, എവിടെയാണ് ഇതിനൊരു രക്ഷാമാർഗമുള്ളത്, എവിടെയാണ് ഒരു അഭയാകേന്ദ്രമുള്ളത്, എവിടെയാണ് ഒരു പുതിയ ആകാശമുള്ളത് എന്ന് തിരയുന്ന അഭയാർത്ഥികളെയാണ് നാം ഫലസ്തീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 5 ലക്ഷത്തോളം സഹോദരന്മാർ അവരുടെ വീടുകളിൽ നിന്ന് പലായനം ചെയ്തു കഴിഞ്ഞു. അവരുടെ വീട് വിട്ടിറങ്ങുമ്പോൾ ഇനി ഒരിക്കലും നമ്മുടെ സ്വന്തം ജന്മഭൂമിയിലേക്ക്, ജന്മനാട്ടിലേക്ക്, നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു വരാമെന്ന ഉറപ്പോടു കൂടിയല്ല അവർ നാട് വിട്ടിറങ്ങുന്നത്. ഒരു പക്ഷേ എപ്പോഴെങ്കിലും തിരിച്ചു വരാനായാൽ അപ്പോഴേക്കും അവരുടെ വീടുകളെല്ലാം തന്നെ ബോംബിലൂടെ, മിസൈലിലൂടെ തകർന്ന് തരിപ്പണമായിട്ടുണ്ടാകും. അങ്ങനെ ഒരു ഉറപ്പുമില്ലാതെയാണ് അവർ അവരുടെ സ്വന്തം നാട്ടിൽ നിന്നിട്ട് അഭയാർത്ഥികളായി പലായനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ആരാണൊക്കെ ഇതിനൊക്കെ കാരണക്കാർ? ലോകത്ത് ഇസ്രായേൽ എന്ന് വിളിക്കുന്ന ഒരു തെമ്മാടി രാജ്യം, ഒരു ശപിക്കപ്പെട്ടതായിരിക്കുന്ന രാജ്യം, അവിടുത്തെ ജനങ്ങളെ ഒരു ദയയും ദാക്ഷിണ്യവുമില്ലാതെ നിർദാക്ഷിണ്യം കൊന്നു തള്ളിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ സ്വന്തം നാട്ടിൽ അവർക്ക് ജീവിക്കാനുള്ള അവകാശം തന്നെ നിഷേധിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർക്ക് ആവശ്യമായ ഭക്ഷണം, വെള്ളം, മരുന്ന് അതുപോലും നൽകാതെ സ്വന്തം ഭൂമിയിൽ നിന്ന് ഫലസ്തീനികളെ ആട്ടിപ്പുറത്താക്കുക, അവരെ അടിച്ചോടിക്കുകയും ചെയ്യുന്ന അതിനികൃഷ്ടമായ, അതിക്രൂരമായ മുഖമാണ് ഇസ്രയേൽ എന്ന് പറയുന്ന രാഷ്ട്രം ഇപ്പോൾ അവിടെ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. ഏകദേശം ഗസയിലുണ്ടായ യുദ്ധത്തിൽ 85,000-ഓളം ആളുകളെയാണ് അവർ കൊന്നു തള്ളിയത്. അതിൻ്റെ വലിയ ഭാഗം ചെറിയ ചെറിയ പിഞ്ചു കുഞ്ഞുങ്ങളാണ്. 1 വയസ്സിന് താഴെയുള്ള ഒരുപാട് കുഞ്ഞുങ്ങൾ, ഒരുപാട് സ്ത്രീകൾ, അതേപോലെ തന്നെ ഒരുപാട് വൃദ്ധന്മാർ, പ്രായമുള്ള ആളുകൾ. ഇതൊക്കെ ഒരു ചെറിയ ഒരു പ്രദേശത്താണ്, താരതമ്യേന ഒരു കൊച്ചു പ്രദേശത്താണ് ഇതെല്ലാം തന്നെ നടമാടിക്കൊണ്ടിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. അങ്ങനെ എല്ലാ നിലക്കും ആക്രമണങ്ങളെല്ലാം തന്നെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, അതിന് വിധേയരായിക്കൊണ്ടിരിക്കുന്ന ഒരു ജനത. കടലിലൂടെ ആക്രമങ്ങൾ, അതേപോലെ തന്നെ ആകാശത്തിലൂടെ അവരാക്രമിച്ചു കൊണ്ടിരിക്കുന്നു. ഈ അടുത്ത കാലത്ത് കരയിലൂടെയുള്ള ആക്രമണങ്ങളും തുടങ്ങി.
എവിടേക്കാണ് അവർക്ക് രക്ഷപ്പെടാനാവുക? എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ഗസയുടെ തെരുവീതികളിലൊക്കെ ഒരുപാട് മയ്യിത്തുകൾ, ഒരുപാട് മൃതദേഹങ്ങളൊക്കെ കുമിഞ്ഞു കിടക്കുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഉണ്ടായിട്ടും, ഇതൊക്കെ ലോകത്തിൻ്റെ നാനാഭാഗത്തും ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നല്ലോ. ഇതൊക്കെ സംഭവിച്ചിട്ടും ലോകത്ത് സമാധാനത്തിന് വേണ്ടി പണിയെടുക്കുന്നു, സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന ആളുകളോ രാഷ്ട്രങ്ങളോ ഒന്നും ചെയ്യുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അവരാകട്ടെ ചെയ്യുന്നത് പൂർണ്ണമായും ഇസ്രയേലിനെ സപ്പോർട്ട് ചെയ്യുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ ഇസ്രയേൽ എന്ന് പറയുന്ന ഈ ശപിക്കപ്പെട്ട ഈ ചട്ടമ്പി രാഷ്ട്രത്തിൻ്റെ അവരുടെ ആ ശത്രുതയുടെ കാഠിന്യം, അവരുടെ ഭീകരതയുടെ കാഠിന്യം നമുക്ക് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. അല്ലാഹു തആല പറയുന്നുണ്ട്, ലതജിദന്ന അശദ്ദന്നാസി അദാവതൻ ലില്ലദീന ആമനുൽ യഹൂദ് വല്ലദീന അശ്റകൂ. അല്ലാഹു തആല പറയുന്നുണ്ട്, ലതജിദന്ന അശദ്ദന്നാസി അദാവ. പ്രവാചകരെ, മനുഷ്യരിൽ ഏറ്റവും അധികം ശത്രുത കാണിക്കുന്നവർ, ഏറ്റവും അധികം ശത്രുത കാണിക്കുന്നവർ, വെറുപ്പ് കാണിക്കുന്നവരെ താങ്കൾക്ക് കാണാം. ലില്ലദീന ആമനു, വിശ്വസിച്ച വിശ്വാസികളോട്, തൗഹീദിന്റെ വാഹകരായ മുഅ്മിനുകളോട് ഏറ്റവും അധികം ശത്രുത കാണിക്കുന്ന, വെറുപ്പ് കാണിക്കുന്ന വിഭാഗം ആരാണെന്നറിയുമോ? അല്ലാഹു തആല പറയുന്നു, അൽ യഹൂദ്. അൽ യഹൂദ്, അവർ ജൂതന്മാരാണ്. വല്ലദീന അശ്റകൂ, പിന്നീട് മുശ്രിക്കുകളാണ്, ശിർക്ക് ചെയ്യുന്ന ബഹുദൈവ വിശ്വാസികളാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ അവരുടെ ആ ശത്രുതയുടെ കാഠിന്യമാണ് നമുക്കതിലൂടെ മനസ്സിലാക്കി തരുന്നത്. നിങ്ങൾ നോക്ക്, ഈ ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം, ഈ ജൂതന്മാരൊക്കെ വളരെ കാലം, ഒരുപാട് വർഷങ്ങളോളം അരക്ഷിതാവസ്ഥയിൽ കഴിഞ്ഞവരായിരുന്നു. സ്വന്തം മതമനുസരിച്ച് ജീവിക്കാൻ പോലും അവകാശമുണ്ടായിരുന്നില്ല. ലോകത്തിൻ്റെ നാനാഭാഗത്തും അവരെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് അറബ് രാജ്യം അവരോട് കരുണ കാണിച്ചത്. അങ്ങനെയാണ് 1948 ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം, ഇസ്രയേൽ എന്ന് പറയുന്ന ആ രാഷ്ട്രം അറബ് മണ്ണിൽ സ്ഥാപിക്കപ്പെടുന്നത്. അതിൻ്റെ പിന്നിൽ സാമ്രാജ്യത്വ ശക്തികളുടെ വലിയ ഗൂഢാലോചനയുണ്ട്. ബ്രിട്ടനിൻ്റെ നേതൃത്വത്തിലായിരുന്നു അങ്ങനെ ഒരു രാഷ്ട്രം സ്ഥാപിക്കപ്പെട്ടത്. എന്നാൽ നോക്ക്, ആ രാജ്യമുണ്ടാകുന്നതിൻ്റെ മുമ്പ് അവിടെ ആ പ്രദേശത്ത് മുസ്ലിമീങ്ങളുണ്ട്, ജൂതന്മാരുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്. എന്തിനേറെ ജെറൂസലമിലെ ഖുദ്സ്, ആ ഖുദ്സ് പ്രദേശത്ത് പോലും എല്ലാവിധത്തിലുള്ള ആളുകളുമുണ്ട്. ഇസ്രയേൽ രാജ്യമുണ്ടാകുന്നതുവരെ എല്ലാവരും സമാധാനത്തിലും സന്തോഷത്തിലും ജീവിച്ചു പോന്നിരുന്നു. പക്ഷേ ഇസ്രയേൽ രാഷ്ട്രം വന്നപ്പോൾ അവർക്ക് പിന്നീട് ശക്തിയുണ്ടായി. മറ്റു ലോകരാജ്യങ്ങൾ അവർക്ക് ശക്തി നൽകി. അതിനുവേണ്ട എല്ലാവിധത്തിലുള്ള ആയുധങ്ങളും സാമ്പത്തികമായ സഹായങ്ങളുമൊക്കെ അവർക്ക് നൽകി. അങ്ങനെ ആ രാജ്യം ശക്തിപ്പെട്ടു വന്നു. ശക്തിപ്പെട്ടു വന്നപ്പോൾ പിന്നീട് കണ്ടത് അവരുടെ തനി നിറമാണ്. വഞ്ചനയുടെ, ചതിയുടെ, ഭീകരതയുടെ കാഴ്ചയാണ് അവരിൽ നിന്ന് കണ്ടത്. അവരുടെ ചുറ്റുഭാഗത്തുമുള്ള പരിസര രാജ്യങ്ങളെ അവർ ആക്രമിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അതാണല്ലോ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഖത്തറിനെ അവർ ആക്രമിച്ചത്, യമനിനെ അവർ ആക്രമിച്ചത്, അതിൻ്റെ മുമ്പ് കുറെ മുമ്പ് ഇറാനിനെ അവർ ആക്രമിച്ചത്. ഇതെല്ലാം തന്നെ മുസ്ലിം രാജ്യങ്ങളെ, അറബ് രാജ്യങ്ങളെ പേടിപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയായിരുന്നു അവരിതെല്ലാം ചെയ്തത്. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇവിടെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്, ഈ യഹൂദന്മാരുടെ ഈ വെറുപ്പ്, ഈ യഹൂദന്മാരുടെ ഈ ശത്രുത എന്ന് പറയുന്നത് ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ഫലസ്തീനുകളോട് മാത്രമുണ്ടതായിരുന്നില്ല. പിന്നെയോ അത് തലമുറകളായി നിലനിൽക്കുന്ന അവരുടെ വിരോധം
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ മദീനത്തുർ റസൂൽ മുതൽ തുടങ്ങുന്ന ശത്രുതയാണ്. ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് കാലെടുത്ത് വെച്ചു. എന്നിട്ട് മദീനയിലെത്തിയപ്പോൾ അവിടെ മദീനയിൽ പ്രധാനപ്പെട്ട 3 ജൂത ഗോത്രമുണ്ടായിരുന്നു. പ്രധാനപ്പെട്ട 3 യഹൂദി ഗോത്രങ്ങളുണ്ടായിരുന്നു. ബനു നളീർ, ബനു ഖുറൈള, ബനു ഖൈനുഖാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെത്തിയതിന് ശേഷം അവരുമായി ഒരു കരാറുണ്ടാക്കുന്നു. ആദ്യമായി ചെയ്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീന പള്ളിയെല്ലാം ഉണ്ടാക്കിയതിൻ്റെ ശേഷം ജൂതന്മാരുമായി, അവിടുത്തെ നിവാസികളുമായി ഒരു കരാറായിരുന്നു. ആ കരാറിൻ്റെ പേരാണ് വസീഖത്തുൽ മദീന. വസീഖത്തുൽ മദീന എന്ന പേരറിയപ്പെടുന്ന കരാറ്. ആ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ജൂതന്മാർ മുസ്ലിമീങ്ങളോട് യുദ്ധം ചെയ്യാൻ പാടില്ല. മുസ്ലിമീങ്ങളോട് ആരെങ്കിലും യുദ്ധം ചെയ്യുന്നെങ്കിൽ ആ യുദ്ധം ചെയ്യുന്നവരെ സഹായിക്കാൻ പാടില്ല എന്നൊക്കെ ആ കരാറിൻ്റെ വ്യവസ്ഥയായിരുന്നു. അതൊക്കെ അവർ അംഗീകരിച്ചു, എല്ലാം ഒപ്പിട്ട് കൊടുത്തു. കാരണം അവരും മദീനയിൽ താമസിക്കുന്നവരാണല്ലോ. മദീനയെ ആരെങ്കിലും ആക്രമിക്കാൻ വേണ്ടി വന്നാൽ അതിൻ്റെ പ്രഭാവം, അതിൻ്റെ എഫക്റ്റ് അത് ജൂതന്മാരെയും ബാധിക്കുമല്ലോ. കാരണം മദീന എന്ന് പറയുന്നത് ജൂതന്മാരുടെയും രാജ്യമായിരുന്നു. എന്നാൽ എന്താണ് അവർ ചെയ്തത്? കരാറുകളെ ലംഘിക്കുകയാണ്. പച്ചയായ നിലക്ക് മുസ്ലിമീങ്ങളോട് പ്രവാചകനെ വഞ്ചിക്കുകയാണ് ചെയ്തത്. പ്രവാചകനെ ചതിക്കുകയാണ് അവർ ചെയ്തത്. ബദർ യുദ്ധമുണ്ടായി. ഹിജ്റ 2-ാമത്തെ വർഷം ബദർ യുദ്ധമുണ്ടായ ബദറിൽ മുസ്ലിമീങ്ങൾക്ക് വിജയമുണ്ടായി അല്ലേ? മുസ്ലിമീങ്ങൾ വിജയിച്ചു ബദർ യുദ്ധത്തിൽ. എന്നാൽ ജൂതന്മാർക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല. വാസ്തവത്തിൽ മദീനക്കാർ എന്ന നിലക്ക് ബദർ യുദ്ധത്തിൻ്റെ വിജയം, അതിൽ അവരും സന്തോഷിക്കണമായിരുന്നു, ജൂതന്മാരും സന്തോഷിക്കണമായിരുന്നു, ജൂതന്മാരും ആ വിജയത്തെ ആഘോഷിക്കണമായിരുന്നു. പക്ഷെ അവർ ചെയ്തതെന്താണ് നോക്കി നിങ്ങൾ. അവരിൽപ്പെട്ട ജൂതന്മാരിൽപ്പെട്ട ഒരു കവിയുണ്ടായിരുന്നു. കഅബ് ഇബ്നു അഷ്റഫ് എന്നാണ് ആ കവിയുടെ പേര്. കഅബ് ഇബ്നു അഷ്റഫ് എന്ന പേരറിയപ്പെടുന്ന ഒരു ജൂത കവി മക്കയിലേക്ക് യാത്ര ചെയ്യുകയാണ്. ബദർ യുദ്ധത്തിന് ശേഷം മക്കയെ സന്ദർശിച്ച് അവിടെയുള്ള മുശ്രിക്കീകളെ ഇളക്കി വിടുകയാണ്. കവിതയിലൂടെ, പാട്ടുപാടി. വലിയ പാട്ടുകാരനാണ് ഈ ജൂത കവി കഅബ് ഇബ്നു അഷ്റഫ്. അങ്ങനെ ഈ മനുഷ്യൻ അവിടെ പാട്ടുപാടി കവിത ചൊല്ലി മുശ്രിക്കീകളെ മുസ്ലിമീങ്ങൾക്ക് എതിരിൽ തിരിച്ചുവിടാൻ ഉള്ള കുതന്ത്രങ്ങൾ മെനയുകയാണ്. നോക്കി നിങ്ങൾ, അവരുടെ ആ ചതി, അവരുടെ ആ വഞ്ചന നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കി. എന്ന് മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊലപ്പെടുത്താൻ, പ്രവാചകനെ ഇല്ലാതാക്കാൻ പല പ്രാവശ്യം അവർ ശ്രമിച്ചു നോക്കി. ഈ മദീനയിലെ ഈ ജൂതഗോത്രങ്ങളിലെ കുറച്ച് പ്രതിനിധികൾ വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്. എന്താണ് അവർ പറയുന്നത്? പ്രവാചകരെ, ഞങ്ങളിലെ ജൂതന്മാരിൽ 3 പ്രഗത്ഭരായ പണ്ഡിതന്മാരുണ്ട്. ഏറ്റവും മികച്ച പ്രഗത്ഭരായ 3 പണ്ഡിതന്മാർ നമ്മുടെ ജൂതന്മാരിലുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം? ആ പണ്ഡിതന്മാരുടെ അടുത്തേക്ക് വന്ന് അവരുമായി ഒരു സംവാദം നടത്തണം. അവരുമായി ഒരു സംവാദം നടത്തി എന്നിട്ട് ഇസ്ലാമിൻ്റെ കാര്യങ്ങളൊക്കെ അവർക്ക് മനോഹരമായി പറഞ്ഞു കൊടുക്കണം. അങ്ങനെ പറഞ്ഞു കൊടുത്ത് ആ 3 ജൂത പണ്ഡിതന്മാർ ഇസ്ലാം മതം വിശ്വസിച്ചാൽ ഞങ്ങളൊക്കെ ഇസ്ലാമിലേക്ക് വരും, ഞങ്ങളൊക്കെ ഇസ്ലാമിലേക്ക് വരാൻ തയ്യാറാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് സമ്മതിച്ചു കൊടുത്തു. കാരണം ആ ജൂത പണ്ഡിതന്മാർ ഇസ്ലാമിലേക്ക് വന്ന് എല്ലാവരും ഇസ്ലാമിലേക്ക് വന്നാൽ അത്രയും ആയല്ലോ. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ 3 ജൂത പണ്ഡിതന്മാരുമായി സംവാദം നടത്താൻ, അവർക്ക് ഇസ്ലാമിൻ്റെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കാൻ യാത്ര പുറപ്പെടുകയാണ്. നോക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു വഞ്ചനയുണ്ടായിരുന്നു, ഒരു ചതിയുണ്ടായിരുന്നു. പ്രവാചകനെ കൊലപ്പെടുത്താനുള്ള ചതിയായിരുന്നു. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു കൊടുത്തു. അല്ലാഹു ചെയ്ത വലിയൊരു അനുഗ്രഹമാണ്. ബനു നളീർ ഗോത്രത്തിലെ ഒരാൾ ആ സമയത്ത് ഇസ്ലാം പ്രവേശിച്ചു. സത്യസന്ധമായ നിലക്ക് ഒരു ജൂതനായ ഒരു ജൂത കുടുംബം ഇസ്ലാമിലേക്ക് വന്നു. ബനു നളീർ ഗോത്രത്തിലെ ആ ജൂത കുടുംബത്തിലെ
ആ ഇസ്ലാമിലേക്ക് വന്ന മനുഷ്യൻ്റെ ഒരു സഹോദരി, അവള് ഇതിൻ്റെ യാഥാർത്ഥ്യം, അതായത് ഇങ്ങനെ ഒരു സംവാദത്തിൻ്റെ യാഥാർത്ഥ്യം തൻ്റെ സഹോദരൻ, ഇസ്ലാം മതം സ്വീകരിച്ച സഹോദരൻ അറിയിച്ചു. പ്രവാചകനെ അവർ സംവാദത്തിന് ക്ഷണിച്ചത് സംവാദത്തിനല്ല, കൊല്ലാനാണ്. മൂന്ന് ജൂത പണ്ഡിതന്മാരുടെ കുപ്പായത്തിൻ്റെ ഉള്ളിൽ ഖഡ്ഗം, തളവാർ, ബാള് അവരിതാ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. പ്രവാചകനുമായി സംവാദം നടത്തുമ്പോൾ പ്രവാചകനെ കൊല്ലലാണ് അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം. മനസ്സിലാക്കണം നിങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ അറിവ് ലഭിച്ചു. യാത്ര മുടക്കി പിന്തിരിഞ്ഞു. പിന്നീട് ആ ബനു നളീറിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപരോധിക്കുകയാണ്. കുറച്ച് ഇസ്ലാമിൻ്റെ സൈന്യങ്ങളുമായി പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബനു നളീർ ഗോത്രത്തെ വലയം ചെയ്ത് അവരെ പ്രതിരോധിച്ച്, എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവർ പിന്നീട് അവർ കീഴടങ്ങിയപ്പോൾ റസൂലുള്ളാഹി അവരെ വിട്ടയച്ചു. ഇതൊക്കെയാണ് പ്രിയമുള്ളവരുടെ ചരിത്രം. ഈ ചരിത്രബോധം ഇസ്ലാമിക രാഷ്ട്രങ്ങൾക്കും ഉണ്ടാകണം, മുസ്ലിം രാഷ്ട്രങ്ങൾക്കും ഉണ്ടാകണം. 57ഓളം മുസ്ലിം രാഷ്ട്രങ്ങളുണ്ടല്ലോ, അവർക്കും ഈ ചരിത്രബോധം ഉണ്ടാകണം. പ്രിയമുള്ളവർ, ഇന്ന് ഫലസ്തീനിൽ നടന്നുകൊണ്ടിരിക്കുന്നതും അതാണ്. ആ ചതിയുടെ, വഞ്ചനയുടെ തുടർച്ചയാണ് ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മുടെ ഭാഗത്തുനിന്ന് നാം ഒരിക്കലും മറന്നു പോകാൻ പാടില്ല ഫലസ്തീനിനെ, ഫലസ്തീൻ മക്കളെ, ഗാസയെ നാം ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. നമ്മുടെ പ്രാർത്ഥനയിലും നമ്മുടെ ഖുത്ബയിലും അതേപോലെ തന്നെ നമ്മുടെ എല്ലാ ദുആകളിലും അവരെ സംബന്ധിച്ച് അവരെയും നാം ഉൾപ്പെടുത്തണം. അവരൊരിക്കലും നമുക്ക് മറവിയായി പോകാൻ പാടില്ല. കാരണം ഫലസ്തീൻ എന്ന് പറയുന്നത്, ഫലസ്തീനിൻ്റെ മണ്ണ് അത് നമുക്ക് പ്രിയപ്പെട്ട മണ്ണാണ്. ഫലസ്തീനിൻ്റെ മണ്ണ് നമുക്ക് പ്രിയപ്പെട്ട മണ്ണാണ്. ഫലസ്തീൻ നമ്മുടെ ഹൃദയവുമായി ചേർന്ന് നിൽക്കുന്ന മണ്ണാണ്. ഖുദ്സ് എന്ന് പറയുന്നത് അത് മുസ്ലിമിൻ്റെ വികാരമാണ്, നമ്മുടെ ആദ്യത്തെ ഖിബിലയാണ്. നാം ഇത് മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും മദീനയിലേക്ക് കാലെടുത്ത് വെച്ച് 17 മാസക്കാലം മുന്നിട്ട് നിസ്കരിച്ചത്, ഖിബിലയാക്കി നിസ്കരിച്ചത് കഅബയിലേക്കല്ലല്ലോ, ബൈത്തുൽ മുഖദ്ദസിലേക്കാണ്. ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസിലേക്കാണ് എന്ന് മനസ്സിലാക്കണം. അമ്പിയാക്കന്മാർ മുസല്ല വിരിച്ച മണ്ണാണത്. എത്രയെത്ര പ്രവാചകന്മാരുടെ ചരിത്രങ്ങളാണ് അവിടെ നിറഞ്ഞു കിടക്കുന്നത്. നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്റാ ആ ഖുദ്സിലേക്കായിരുന്നു എന്ന് നമുക്ക് ഓർമ്മയുണ്ടാകണം. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലം മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സാ ഇലൽ മസ്ജിദിൽ അഖ്സാ അല്ലദീ ബാറക്നാ ഹൗലഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് രാപ്രയാണം ചെയ്യിപ്പിച്ച അല്ലാഹു എത്ര പരിശുദ്ധനാണ്. അല്ലാഹു തആല പ്രവാചകനെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് കൊണ്ടുപോയി. എവിടെയാണ് മസ്ജിദുൽ അഖ്സ? ഫലസ്തീനിലല്ലേ? ഫലസ്തീനിലാണല്ലോ മസ്ജിദുൽ അഖ്സയുള്ളത്. ആ ഖുദ്സിലേക്ക് അവിടെ നിന്ന് തന്നെയാണല്ലോ പിന്നീട് മിഅ്റാജ് യാത്ര അല്ലാഹു തആല പ്രവാചകനെ ആകാശലോകത്തേക്ക് കൊണ്ടുപോയതും ആ ഖുദ്സിൻ്റെ മണ്ണിൽ നിന്ന് തന്നെയാണ്. പ്രിയമുള്ളവരെ, ആ ഖുദ്സിൻ്റെ മോചനത്തിന് വേണ്ടി ശുഹദാക്കളായ, രക്തസാക്ഷികളായ എത്രയെത്ര ആളുകളാണ് ആ നാട്ടിലുള്ളത്. നമുക്ക് പുണ്യം പ്രതീക്ഷിച്ചിട്ട് യാത്ര ചെയ്യാൻ, സിയാറത്ത് നടത്താൻ അല്ലാഹുവിൻ്റെ റസൂൽ അനുവദിച്ചത് 3 പള്ളികളിലേക്കാണല്ലോ. ആ 3 പള്ളികളിൽ ഒരു പള്ളി ഇതാണ്. ഏത്? ഫലസ്തീനിലെ ഈ മസ്ജിദുൽ അഖ്സ എന്ന പള്ളിയാണ്. മസ്ജിദുൽ ഹറാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം പുനർനിർമ്മിച്ച മസ്ജിദുൽ ഹറാം, കഅബ സ്ഥിതി ചെയ്യുന്ന മസ്ജിദുൽ ഹറാം ഒന്നാമത്തെ പള്ളി. ഹബീബായ റസൂൽ മദീനയിലേക്ക് കാലെടുത്ത് വെച്ചതിന് ശേഷം പണിത മസ്ജിദുൻ നബവി എന്ന പേരറിയപ്പെടുന്ന മദീന പള്ളി. മൂന്നാമത് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ പുത്രനായ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം തുടങ്ങി വെച്ച് സുലൈമാൻ നബി അലൈഹിസ്സലാം പൂർത്തീകരിച്ച മസ്ജിദുൽ അഖ്സ മൂന്നാമത്തെ പള്ളിയാണ്. അതുകൊണ്ടാണ് ഫലസ്തീൻ ഒരിക്കലും നമുക്ക് മറന്നു പോകുന്ന ഒരു മറവിയായി പോകാൻ പാടില്ല. ഗസ നമുക്ക് മറവിയാകരുത്. നാം പ്രതീക്ഷ കൈവിട്ടു പോകാനും പാടില്ല. തീർച്ചയായും ഒരു നാൾ അള്ളാഹുവിൻ്റെ സഹായമുണ്ടാകും.
തീർച്ചയായും ഒരു നാൾ അള്ളാഹുവിൻ്റെ സഹായമുണ്ടാകും, അത് മുസ്ലിമീങ്ങൾക്കായിരിക്കും. അതേ, ഇന്ന് കരയുന്ന ചോരച്ചാലുകൾ നിറഞ്ഞതായിരിക്കുന്ന ഗസ ഒരു നാൾ പുഞ്ചിരിക്കുക തന്നെ ചെയ്യും. ഫലസ്തീൻ ഒരു നാൾ പുഞ്ചിരിക്കുക തന്നെ ചെയ്യും. ഒരു സംശയവും വേണ്ട. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനമാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുവിശേഷമാണ്. അപ്പോൾ അതുകൊണ്ട് പ്രിയമുള്ളവരെ, എത്ര മിസൈലുകളും എത്ര ബോംബുകൾ കൊണ്ടും നമുക്ക് ഇസ്ലാമിനെ പരാജയപ്പെടുത്താൻ, ഇസ്ലാമിനെ തകർക്കാനോ തുരത്താനോ ഒരിക്കലും സാധ്യമല്ല എന്ന യാഥാർത്ഥ്യം, ആ പ്രതീക്ഷ നമുക്കുണ്ടാകണം. ഈ സന്ദർഭത്തിൽ നാം ധാരാളമായി അള്ളാഹുവോട് നമ്മുടെ സഹോദരങ്ങളായ ഫലസ്തീൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. റബ്ബു സുബ്ഹാനഹു വ തആല എല്ലാ നിലയിലും അവരെ സഹായിക്കുമാറാകട്ടെ. ഭക്ഷണമില്ലാതെ, വെള്ളമില്ലാതെ, മരുന്നില്ലാതെ കഷ്ടപ്പെടുന്ന ആ നമ്മുടെ സഹോദര സഹോദരിമാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായ നിലക്ക് ഭക്ഷണവും വെള്ളവും മരുന്നുമെല്ലാം നൽകി അവരിൽ നിന്നിട്ട് മുറിവേറ്റവർക്ക് അവരുടെ രോഗങ്ങളെല്ലാം ശിഫ നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായ സമാധാനം ആ രാജ്യത്ത്, ആ രാഷ്ട്രത്തിൽ തിരിച്ചു കൊണ്ടുവരുവാൻ റബ്ബു സുബ്ഹാനഹു വ തആല സഹായിക്കുമാറാകട്ടെ. അവരെ നശിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന, അവരെ വംശനാശം വരുത്തി അവരെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന നെതന്യാഹു, അതേപോലെ തന്നെ ജൂതന്മാർ, അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നിലക്കും പരാജയപ്പെടുത്തുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീമ ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനാ വ ഇമാമിനാ വ ഖുദ്വത്തിനാ മുഹമ്മദ് ഇബ്നു അബ്ദില്ലാൽ മബ്ഊസ് റഹ്മത്തൽ ലിൽ ആലമീൻ وعلى آله وأهل بيته وأصحابه ومن تبعهم بإحسان إلى يوم الدين. أما بعد فيا أيها الناس اتقوا الله سبحانه وتعالى في السر والعلن وكونوا مع الصادقين. സഹോദരങ്ങളെ, സഹോദരിമാരെ, കഷ്ടതയും പ്രയാസവും പ്രതിസന്ധികളുമെല്ലാം അനുഭവിക്കുന്ന ഫലസ്തീനിലെ മക്കൾ, ആ ഫലസ്തീനിൻ്റെ രാജ്യം, അവരെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്ന ഇസ്രയേൽ, ആ രാജ്യം അവിടെ രൂപം പ്രാപിച്ചത്, അതിന് എല്ലാവിധത്തിലുള്ള സഹായങ്ങൾ നൽകിയ, മനുഷ്യത്വം കാണിച്ച ആ അറബ് ലോകം, അവസാനം ഇപ്പോൾ നാം എന്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത്? സാധാരണ പറയാറുള്ളത് പോലെ പാല് കൊടുത്ത കൈക്ക് പാമ്പ് കൊത്തി എന്ന് പറയുന്ന ഒരു ചൊല്ലുണ്ടല്ലോ. പാല് കൊടുത്ത കയ്യിന് പാമ്പ് കൊത്തി എന്ന്. അതാണ് നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനം പുലരുക തന്നെ ചെയ്യും. തീർച്ചയായും മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കുന്ന ഈ ജൂതന്മാർ, ആ ജൂതന്മാരോട് യുദ്ധം ചെയ്ത് അങ്ങനെ ആ ജൂതന്മാരെ പരാജയപ്പെടുത്തുന്നത് വരെ ഖിയാമത്ത് നാളുണ്ടാവുകയില്ല. അല്ലാഹുവിൻ്റെ ദീൻ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്കും എത്തും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ആ പ്രവചനം, ആ പ്രതീക്ഷ നമുക്കുണ്ടാകണം. വലാ യത്റുകുല്ലാഹു ബൈത മദരിൻ വലാ വബരിൻ ഇല്ലാ അദ്ഖലഹുല്ലാഹു ഹാദദ്ദീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ പ്രവചനമാണ്. ലോകത്ത് ഒരു കെട്ടിടവും ബാക്കിയാവുകയില്ല ഇസ്ലാം എന്ന ആദർശം അവിടെ എത്തിയിട്ടല്ലാതെ. ആരാ പറയുന്നത്? വഹീൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം സംസാരിക്കുന്ന, ജീവിതത്തിലൊരിക്കലും ഒരു തമാശക്ക് പോലും കളവ് പറയാത്ത,
ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പറയുന്നത്, ഈ ദീന് പാള കൊണ്ട് ഓല കൊണ്ട് മേഞ്ഞുണ്ടാക്കിയതായിരിക്കുന്ന മുഴുവനും വീടുകളിലേക്കും മുഴുവനും ചോപ്രകളിലേക്കും മുഴുവനും കോരകളിലേക്കും ഈ ദീന് എത്തുക തന്നെ ചെയ്യും. ലോകത്തെ മുഴുവൻ വൻകരകളിലും എത്താതെ ഇസ്ലാമിൻ്റെ ആദർശം അവിടെ പ്രോജ്വലിച്ച് നിൽക്കാതെ ലോകത്തിന് അവസാനമുണ്ടാവുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഈ വിശ്വാസം അത് ഫലസ്തീനികൾക്കുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ലാ തഖൂമുസ്സഅ, ഈ ഖിയാമത്ത് നാൾ നിലനിൽക്കുകയില്ല, ഹത്താ യുഖാതിലൽ മുസ്ലിമൂനൽ യഹൂദ്. ഇന്നെന്താ കാണുന്നത്? ഗസയിലൊക്കെ കണ്ണീരും ചോരച്ചാലുകൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് തിരിച്ചടിയുണ്ടാകും. മുസ്ലിമീങ്ങൾ യുദ്ധം ചെയ്യും. മുസ്ലിമീങ്ങൾ യുദ്ധം ചെയ്യാതെ ഖിയാമത്ത് നാൾ ഉണ്ടാവൂല. ആരോടാണ് മുസ്ലിമീങ്ങൾ യുദ്ധം ചെയ്യുന്നത്? അൽ യഹൂദ, യഹൂദികളോട്. ഫയഖ്തുലുഹുൽ മുസ്ലിമൂൻ, അങ്ങനെ മുസ്ലിമീങ്ങളൊക്കെ യഹൂദികളെ ഒന്നൊന്നായി കൊലപ്പെടുത്തും, പരാജയപ്പെടുത്തും. അവസാനം ഹത്താ യഖ്തബിയൽ യഹൂദിയു, ജൂതൻ പേടിച്ച് ഒളിക്കും, അഭയം പ്രാപിക്കും. എവിടെ? വറാ അൽ ഹജരി വശജർ, കല്ലിൻ്റെയും മരങ്ങളുടെയും പിന്നിൽ, കല്ലും വൃക്ഷത്തിൻ്റെ പോലും പിന്നിൽ ഒളിച്ചിരിക്കുന്ന അഭയം പ്രാപിക്കുന്ന ആ ജൂത പിശാചുക്കളെ കല്ല്, ഷജർ, ഹജർ, ഷജർ, കല്ല്, വൃക്ഷം വിളിച്ചു പറയും. റസൂൽ പറയുന്നുണ്ട്, യാ അബ്ദല്ലാ, യാ മുസ്ലിം തആൽ, യാ മുസ്ലിമേ വാ, തആൽ ഖൽഫി യഹൂദിയുൻ, ഇതാ എൻ്റെ പിന്നിൽ യഹൂദിയുണ്ട് വിളിച്ചിട്ട്. ആരാ പറയുന്നത്? കല്ലും അതേപോലെ തന്നെ വൃക്ഷവും. എന്ന് പറഞ്ഞാൽ കല്ലും വൃക്ഷങ്ങൾ പോലും എതിരാവെന്ന് പറഞ്ഞാൽ ഈ പ്രകൃതി പോലും ജൂതന്മാർക്ക് എതിരാകുന്ന, ജൂതരാക്ഷസന്മാർക്ക്, ജൂത പിശാചുക്കൾക്ക് എതിരാകുന്ന ഒരു കാലം വരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് ആ കാലം നമുക്കൊന്ന് കാണിച്ചു തരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയമുള്ള സഹോദരങ്ങളെ, ആത്മവിശ്വാസത്തോടു കൂടി ആയിരിക്കണം ഓരോ സത്യവിശ്വാസിയും മുന്നോട്ട് പോകേണ്ടത്. ഓരോ സത്യവിശ്വാസിക്കും നല്ല ധൈര്യത്തോടെ, സ്ഥൈര്യത്തോടെ, ആത്മവിശ്വാസത്തോടെ, പ്രതീക്ഷയോടെ മുന്നോട്ട് പോകാൻ സാധിക്കണം. അതേപോലെ തന്നെ മുസ്ലിം രാഷ്ട്രങ്ങൾക്കും സാധിക്കണം. അത്തരത്തിലുള്ള സംഭവ വികാസങ്ങളാണ് നമുക്ക് ഇന്ന് ലോകത്ത് കാണാൻ സാധിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മുസ്ലിം ഉമ്മത്തിന് ഐക്യവും ഒത്തൊരുമയും അതേപോലെ തന്നെ സമാധാനവും പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് നമുക്ക് മദ്രസയുടെ കലക്ഷനാണ്. എല്ലാവരും അത് വിജയിപ്പിക്കണം. ഉദാരമായ നിലയ്ക്ക് എല്ലാവരും സംഭാവന ചെയ്യണം എന്ന് പ്രത്യേകമായി ഉണർത്തുന്നു. പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി വരുന്ന നമ്മുടെ ഒരു ആദർശബന്ധ അദ്ദേഹത്തിൻ്റെ ഭാര്യ ആശുപത്രിയിൽ വളരെയേറെ പ്രയാസം അനുഭവിക്കുന്നതായി അദ്ദേഹം വളരെ വേദനയോടുകൂടി പറഞ്ഞു. നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ പത്നി, ആ സഹോദരിയുടെ, അദ്ദേഹത്തിൻ്റെ ആ ഭാര്യയുടെ രോഗം പൂർണ്ണമായ നിലക്ക് എളുപ്പത്തിലായി, വേഗത്തിലായി അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ആ രോഗം ശിഫ നൽകിയും കൊണ്ട് പൂർണ്ണമായ ആരോഗ്യത്തോടെ, ആഫിയത്തോടെ കുറേ കാലം ജീവിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അതേപോലെ തന്നെ നാളെ ശനിയാഴ്ച, എല്ലാ ശനിയാഴ്ചയും സ്ത്രീകൾക്ക് പ്രത്യേകമായ ക്ലാസ് ഉണ്ടായിരിക്കും ഇവിടെ. അതുകൊണ്ട് എല്ലാ സ്ത്രീകളും ആ ക്ലാസ് ഉപയോഗപ്പെടുത്തണമെന്ന് എല്ലാവരെയും അറിയിക്കുകയാണ്. പിന്നീട് ലേൺ ദ ഖുർആൻ, ഖുർആൻ പഠിക്കാൻ, പ്രാവർത്തികമാക്കാൻ, ജീവിതത്തിൽ ഉൾക്കൊള്ളാനുള്ള ഒരവസരമാണ് ലേൺ ദ ഖുർആൻ. അതിൻ്റെ പരീക്ഷ എഴുതാനുള്ള, അതേപോലെ അതിനുള്ള പുസ്തകങ്ങളൊക്കെ ഇവിടുന്ന് വിതരണം ചെയ്യുന്നുണ്ട്. കഴിയുന്നത്ര ആളുകൾ ഖുർആൻ പഠിച്ച് അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ ദീനിനെ സംബന്ധിച്ചുള്ള അറിവ് നേടാൻ അതിലൂടെ പരിശ്രമിക്കണമെന്ന് പ്രത്യേകമായി ഉണർത്തുകയാണ്. പിന്നീട് നിങ്ങൾ അറിയിക്കാനുള്ളത്, അടുത്ത മാസം ഒക്ടോബർ 18, 19 തീയതികളിൽ KC റോഡിൽ വെച്ചിട്ട് SKSMൻ്റെ യൂത്ത് യുവ വിഭാഗം സംഘടിപ്പിക്കുന്ന ഒരു മഹത്തായ ഒരു പരിപാടിയാണ് റിവൈവ് ക്യാമ്പ് എന്ന് പറഞ്ഞുകൊണ്ട് 3.0 റിവൈവ് ക്യാമ്പ് എന്ന് പറയുന്ന ഒരു പരിപാടിയാണ്. പ്രത്യേകിച്ചും യുവാക്കളെ ലക്ഷ്യം വെച്ചിട്ടാണ് ആ പരിപാടി.
15 വയസ്സ് മുതൽ 45 വയസ്സ് വരെ പ്രായമുള്ള എല്ലാ ചെറുപ്പക്കാർക്കുമുള്ള അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കാനുള്ളൊരു അവസരമാണ്. KC റോഡിലാണ് കിയൻസ ഗാർഡൻ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ആ പരിപാടി. 2 ദിവസമാണ്, അടുത്ത മാസം 18-19 തീയതിയിൽ. അതുകൊണ്ട് എല്ലാ ചെറുപ്പക്കാരും എല്ലാ രക്ഷിതാക്കളും നിങ്ങളെ മക്കൾ ഈ പ്രായത്തിൻ്റെ ഇടയിലുള്ളവർ ആ പരിപാടിയിൽ ഹാജരാകണം. അള്ളാഹുവിൻ്റെ ദീൻ പരിശുദ്ധമായ ഇസ്ലാമിനെ സംബന്ധിച്ചുള്ള പരിജ്ഞാനം നേടിയെടുക്കാനുള്ള ഒരു അവസരമാണ്, ഒരു സ്വർണ്ണാവസരമാണ്. അതെല്ലാവരും ഉപയോഗപ്പെടുത്തണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ പരിശുദ്ധമായ പരിഭാവനമായ ദീനിനെ സംബന്ധിച്ചുള്ള ആഴത്തിലുള്ള അറിവ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ അറിവ് ജീവിതത്തിൽ ഉടനീളം ഉപയോഗപ്പെടുത്താൻ, അങ്ങനെ നാളെ പരലോകത്ത് അവൻ്റെ സ്വർഗപ്പൂങ്കാവനത്തിൽ ജന്നാത്തുൽ ഫിർദൗസിൽ ശാശ്വതമായി കഴിച്ചു കൂട്ടുവാനും അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. عباد الله رحمكم الله، إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون ولذكر الله أكبر والله يعلم ما تصنعون.